നിർത്തടാ നിന്റെ കഴുതരാഗം. ഞങ്ങൾ മീനുകൾക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കണം. എന്റെ പാട്ടും നിന്റെ സമാധാനവും തമ്മിൽ എന്താ ബന്ധം? ആദ്യം നിന്റെ അഹങ്കാരമൊക്കെ ഒന്ന് മാറ്റിവെച്ച് നീ കുറച്ച് സംഗീതം പഠിക്ക്. എന്നിട്ട് എന്നെ പോലെ കുറച്ച് സംഗതികളൊക്കെ ശരിയാക്കി പാടാൻ നോക്ക്. നിന്നെ പോലെയോ? നീ ഒന്ന് പാടിക്കേ. പുതിയ മുഖം, പുതിയ മുഖം, ഇനിയൊരു പുതിയ മുഖം. മതി 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 മതി, നിർത്തിക്കോ. ഓ നാശം, ഇതേതാ ഒരു പുതിയ ഗായകൻ. ഇവനേക്കാൾ ഭേദം ആ കുക്ക് തന്നെയായിരുന്നു. ഇതെന്താ ഇവിടെ ഗാനമേളയാണ്? എന്തൊരു കഷ്ടായത്. ബാക്കിയുള്ള ഒരു സമാധാനമായിട്ടൊന്ന് സാധകം ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ ശല്യവുമായി വന്നോളും. സഹജീവികളാണ് പോലും, സഹജീവികൾ. നീ ഇങ്ങനെ സാധകവും ചെയ്ത് നടന്നോ? കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്തേ? നിന്റെ കൂട്ടുകാരനില്ലേ ആ വമ്പൻ പൂമ്പാറ്റ, അവനും തേനീച്ചക്കുട്ടനും തമ്മിൽ വഴക്കായി. എന്താ കാര്യം? കാര്യമൊന്നും എനിക്കറിയില്ല. എങ്കിൽ എത്രയും പെട്ടെന്നൊരു കാര്യം ചെയ്യണം. അവനെ തേനീച്ചക്കുട്ടലിൽ നിന്ന് രക്ഷിക്കാനായിരിക്കും ല്ലേ? അല്ല. എങ്കിൽ തേനീച്ചക്കിട്ട് മുട്ടൻ പണി കൊടുക്കാനായിരിക്കും. ഏയ്, അതുമല്ല. പിന്നെ എന്താന്നു പറ. എത്രയും പെട്ടെന്ന് ഈ നാട് വിടണം. അല്ലെങ്കിൽ ആ തേനീച്ച എന്നെയും ഉപദ്രവിച്ചേക്കും. ബെസ്റ്റ്, നല്ല ചങ്ങാതി. സ്വന്തം കാര്യം സിന്ദാബാദ്. എടാ ചതിയങ്കൊക്കെ, നിനക്കൊരു അപകടം ഉണ്ടായപ്പോൾ നിന്നെ വന്ന് സഹായിച്ചവനല്ലേ ആ പൂമ്പാറ്റ? അവനെ അങ്ങോട്ട് തിരിച്ചു സഹായിക്കേണ്ടത് നിന്റെ കടമയല്ലേ? അത് ശരിയാണല്ലോ. എങ്കിൽ അവരെ രക്ഷിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. എടാ കള്ള പൂമ്പാറ്റേ, ഞാൻ കഷ്ടപ്പെട്ട് ശേഖരിച്ചു വെച്ച തേൻ കട്ടെടുക്കാൻ നിനക്ക് നാണമില്ലേടാ? ഒറ്റ കുത്തിന് നിന്നെ ബോധം കെടുത്തിക്കളയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. തേൻ കുടിക്കാനുള്ളതല്ലാതെ പിന്നെ കുളിക്കാനുള്ളതാണോ? തേൻ എന്റെ ഒരു വീക്ക്നെസ് ആണ്. നിനക്ക് ഏരിയ വലിയ പിടിയില്ലാഞ്ഞിട്ടാണ്. അറിയാമായിരുന്നെങ്കിൽ നീ പൂക്കളുടെ 7 അയലത്ത് വരില്ലായിരുന്നു. ഈ ഏരിയക്ക് എന്താ കൊമ്പുണ്ടോ? ഏതാടാ ഈ വരുത്തൻ? ഇവനാണോ നമ്മുടെ പൂന്തോട്ടത്തിൽ നിന്നും തേൻ കട്ടുകുടിച്ച കള്ള പൂമ്പാറ്റ? അതെ, തേൻ കുടിച്ചതും പോരാഞ്ഞിട്ട് അവന്റെ ഒരു കളിയാക്കിയുള്ള വർത്താനവും. ഇവൻ കണ്ടിട്ട് യോഗ്യനാണല്ലോ. പക്ഷേ കയ്യിലിരിപ്പ് മോശമാണ്. ഇവൻ ഒരിക്കൽ എന്നോട് നല്ല കുത്തു കിട്ടിയിട്ടുണ്ട്. എന്നിട്ടൊരു കൂസലുമില്ലാതെ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? തേനീച്ചകളെ, പക്ഷിഗ്രാമത്തിലെ ചട്ടമ്പിക്കൊക്കിന്റെ യുറ്റ സുഹൃത്താണ് ഞാൻ. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വാ. വികൃതി കൂട്ടുകാരുണ്ടായാൽ ഇതുതന്നെയാകും അവസ്ഥ. എന്തോന്നടെ തനിയെ സംസാരിക്കുന്നത്? വല്ല കുഴപ്പവും ഉണ്ടോ? ഉണ്ട്. എന്ത് കുഴപ്പം? നീ തന്നെ കുഴപ്പം. നീ എവിടെയോ പോയി ഏതോ അലവലാതി തേനീച്ചയുമായി വഴക്കായി എന്നൊക്കെ കേട്ടല്ലോ. എന്തായിരുന്നു കാര്യം? ഇതൊക്കെ എങ്ങനെയാ ഇത്ര പെട്ടെന്ന് പാട്ടായത്? വിശന്നപ്പോഴിത്തിരി തേൻ കുടിച്ചു. അതൊക്കെ വിട്ടേക്ക്, ചീള കേസ്.